ഹായ് എവരി വൺ. സോ ഇത് നമ്മുടെ HTML സീരീസിലെ HTML CSS സീരീസിലെ നെക്സ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഒത്തിരി ടാക്സും കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പരിചയപ്പെടാൻ കുറച്ചും കൂടി ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ച് കളർഫുൾ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു എങ്ങനെ ഒരു എലമെന്റിനെ, ഒരു HTML എലമെന്റിനെ നമുക്ക് എങ്ങനെ സെൻട്രലാക്കാം അല്ലെങ്കിൽ സെൻറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു പ്ലെയിൻ HTML ഡോക്യുമെന്റ് ഉണ്ടെന്ന് കരുതാം. ആ HTML ഡോക്യുമെന്റിന് അല്ലെങ്കിൽ ഒരു HTML പേജ് ഉണ്ടെന്ന് കരുതാം. ആ HTML പേജിൽ ഏറ്റവും സെൻട്രലായിട്ട് നമുക്ക് ഒരു എലമെന്റിനെ കൊണ്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമ്മളൊരു HTML ഒരു എലമെന്റിനെ നമുക്ക് സെൻറ്റർ ആക്കി കൊടുക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും പല കാര്യത്തിലും പലർക്കും ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ചാണ്. എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മേ ബി നമുക്ക് പലപ്പോഴും ഈ ഒരു കാര്യം കൺഫ്യൂസിങ് ആയിട്ട് വരും, കാരണം കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രോജക്ട്സിലൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിന്റെ ബേസ് നമ്മളൊന്ന് എന്താ പറയുക സെറ്റ് ആക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും സിമ്പിളാണ്, എന്നാലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. അതിലെന്ത് ചെയ്ത് ഫസ്റ്റ് ഒരു ബോഡി പാർട്ട് ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്താൽ ഒരു ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത്, ഞാൻ ഒരു CSS ഫയൽ കൂടി ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. style.css ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ CSS ഫയലിനെ ഞാൻ ഇതിലോട്ട് ലിങ്ക് ചെയ്യാണ്. നമ്മളുടെ HTML പേജിലോട്ട് ലിങ്ക് ചെയ്യണ്ടേ. എക്സ്റ്റേണൽ ആയിട്ടാണ് ഞാൻ CSS എഴുതുന്നത്. നമുക്ക് അറിയുന്നുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല, ഇതിനു മുന്നേ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളിലോട്ട് വരാത്തത്. അപ്പോൾ ലിങ്ക് ടാഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള CSS ഫയലിനെ നമ്മൾ ഇതിലോട്ട് ലിങ്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോഡി ടാഗിൽ ഒന്ന് നോക്കാം. ഇതിന് മുന്നേ എന്തെങ്കിലും സ്റ്റൈൽ എന്തെങ്കിലും കൊടുക്കണ്ടേ. ബോഡി ടാഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാം. കൊടുത്തൂടെ, നമുക്കൊന്ന് എന്താ പറയുക, കളർഫുൾ ആവട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളർ കൊടുക്കണം. നല്ലൊരു കളർ കൊടുക്കാം. എന്താണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലൂ പാലറ്റ് കൊടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല, ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വന്ന് നോക്കി, അയ്യോ അടിപൊളി, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തല്ലോ ബോഡിക്ക്. ഇനി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്കൊരു ഡിവ് ഉണ്ട് എന്ന് കരുതാം. ഒരു ഡിവ് ഉണ്ട്, ക്രിയേറ്റ് ചെയ്ത ഡിവ് ബൈ ഡിഫോൾട്ടിൽ എവിടെ വരിക, ഈ ഒരു പൊസിഷനിലാണ് വരിക. ഇവിടെ വരുന്ന ഡിവിനെ നമുക്ക് എവിടെ കൊണ്ടുവന്നിട്ട് വെക്കണം, സെന്ററിൽ ഇവിടെ കിട്ടണം. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഡിവ് ക്രിയേറ്റ് ചെയ്യാം. എന്നാല് ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിവ് ക്രിയേറ്റ് ചെയ്തു, ഫോർമാറ്റ് ചെയ്തതാണ്. ഓക്കെ, ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതില് സ്റ്റൈൽ CSS വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവിന് വേണ്ടിയിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തൂടെ. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് ഈ ഡിവിന് എന്താണ്, നമുക്ക് സെന്റർ ഡിവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എന്താണ്, സെന്റർ ഡിവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്ലാസ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണ്ടേ. നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് വിളിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ അല്ലേ. IDs ആണെന്നുണ്ടെങ്കിൽ ഹാഷ് വെച്ചിട്ട്, ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സെന്റർ ഡിവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഡോട്ട് വെച്ചിട്ട് വേണം അതിന്റെ ക്ലാസ് നെയിം വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് നെയിം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് സെന്റർ ഡിവ്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാലോ. ഡിവിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് കൊടുത്തു നോക്കാം അല്ലേ. അത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ. ബ്രൗസറിൽ വന്ന് നോക്കി, എവിടെ സാധനം ഒന്നും കാണില്ലല്ലോ. അതെന്താ അങ്ങനെ നോക്കി നോക്കാം അല്ലേ. അത് വരാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഡിവിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു കോണ്ടന്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ലല്ലോ.
അത് കൊടുക്കാത്ത പക്ഷം നമുക്ക് ആ സാധനങ്ങളൊന്നും അതിനൊരു പ്രത്യേകിച്ച് വിടുത്തോ കാര്യങ്ങളോ ഒന്നും എടുക്കൂല ഡിബിന്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വിടുത്തും ഹൈറ്റും ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒരു 300 പിക്സൽ കൊടുക്കും. ഹൈറ്റ് ആണെങ്കിൽ അത് ഒരു 300 പിക്സൽ കൊടുക്കാം. സ്ക്വയർ ബോക്സ് ആയിക്കോട്ടെ അല്ലേ. കണ്ടോ എലമെന്റ് ക്രിയേറ്റ് ചെയ്ത് കണ്ടോ അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പോ നമുക്ക് എലമെന്റ് വന്ന് കിടക്കുന്നത് എവിടെയാണ്? ഏറ്റവും ഫസ്റ്റിലാ. ആ പേജിലെ ഏറ്റവും എവിടെയാണ്? ഏറ്റവും ഫസ്റ്റിലായിട്ടാണ് എലമെന്റ് വന്ന് കിടക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? എവിടെ കൊണ്ടിട്ട് വെക്കണം? സെന്ററിൽ. എവിടെ? ഏറ്റവും സെന്ററിൽ കൊണ്ടുവന്നിട്ട് വെക്കണം. അതിനാണ് നമ്മൾ നോക്കുന്നത്. അതിന് 2 വേസ് ഉണ്ട് നമുക്ക്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എലമെന്റ് ഇല്ലേ സെന്റർ ഡിവിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു മാർജിൻ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി വിളിക്കുക. എന്ത് ചെയ്യുക, ഓട്ടോ. 2 മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് ആണിത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ആണ് നമ്മൾ ചൈൽഡ് എലമെന്റ്, അതായത് ഏത് എലമെന്റിനെയാണോ നമുക്ക് സെൻട്രലിലോട്ട് കൊണ്ടുവരേണ്ടത് ആ എലമെന്റിന് ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ എലമെന്റിന് നമ്മൾ എന്ത് കൊടുക്കാം, മാർജിൻ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ. കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം എവിടെ വന്നു, ഇവിടെ വന്നു. അതായത് റോ വൈസിൽ അത് എന്ത് ചെയ്തു, സെന്ററിൽ വന്നു. പക്ഷെ നമുക്ക് കോളം വൈസിൽ എന്ത് ചെയ്യണം, അതിന് സെന്ററിൽ കൊണ്ടുവരണം. ഇനി താഴോട്ട് കൊണ്ടുവരണ്ടേ? അപ്പൊ അത് സെന്ററിൽ ആയിട്ടില്ല. അപ്പൊ അതിനെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ബോഡിക്ക് ഒന്ന് ഹൈറ്റ് എന്ത് ചെയ്യാം, ബോഡി ഹൈറ്റ് ഫുൾ എടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലെക്സ്. അതാണ് ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിക്കും. ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചിട്ടുണ്ടെങ്കിൽ സാധനം വരുമോ? ഇല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യാം, ഹൈറ്റ് കൂടി കൊടുക്കാം. ഹൈറ്റ് എന്താണ്, 100 VH പറഞ്ഞിട്ട് കൊടുക്കാം. കണ്ടോ സ്റ്റൈൽ എടുത്ത് കണ്ടോ? ഇപ്പൊ എന്തായി, ഒത്ത സെന്ററിൽ ആ ഒരു എലമെന്റിന്റെ ഒത്ത സെന്ററിലായിട്ട് നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ എലമെന്റിനെ കിട്ടി. കണ്ടോ? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെന്റിനെ നമുക്ക് സെന്ററിൽ കൊണ്ടുവരാം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്ററിൽ കൊണ്ടുവരേണ്ട എലമെന്റ് ഏതാണോ ആ എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ ഓട്ടോ വിളിക്കാം. ഒറ്റ മിനിറ്റ്. എങ്ങനെ? അപ്പം മാർജിൻ ഓട്ടോ വിളിക്കാം. അതായത് സെന്ററിലോട്ട് കൊണ്ടുവരേണ്ട എലമെന്റ് ഏതാണോ ആ എലമെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ ഓട്ടോ വിളിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോഡി ടാഗിൽ, അതായത് ബോഡി ടാഗ് മീൻസ് അതിന്റെ പേരന്റ് എലമെന്റിന് നമുക്ക് എന്ത് വിളിക്കാം, ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിക്കാം. എന്ത് വിളിക്കാം, ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഫ്ലെക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഡയറക്ട്ലി ഈ സംഭവം എന്തെടുക്കും, ഈ എലമെന്റ് ഇപ്പൊ ചൈൽഡ് എലമെന്റ് എന്ത് ചെയ്യും, പേരന്റ് എലമെന്റിന്റെ ഒത്ത സെൻട്രൽ ആയിട്ട് വരും. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് മേ ബി ഈ ഹൈറ്റ് എന്ത് ചെയ്യില്ല, ഹൈറ്റ് മേ ബി 100 VH അല്ലെങ്കിൽ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല ബോഡി ടാഗിന്. അതിനെ കൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഹൈറ്റ് കൊടുക്കാത്ത പക്ഷം എന്ത് വരാഞ്ഞത്, താഴോട്ട് വരാഞ്ഞത്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 100 VH എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. VH മീൻസ് വിർച്വൽ ഹൈറ്റ്. നമുക്ക് ഇതിന്റെ സ്ക്രീനിന്റെ ഹൈറ്റ് എന്താണോ വരുന്നത് അത് ആ സ്ക്രീൻ സൈസിനനുസരിച്ച് അതിന്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, 100 VH കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ 100 VH എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കും, അതെ പാരന്റ് എലമെന്റിന് 100 VH കൊടുത്തു. അതേപോലെ ഡിസ്പ്ലേ ഫ്ലെക്സും വിളിച്ചു. താഴെ എന്ത് ചെയ്തു, സെന്റർ ഡിവിന് അല്ലെങ്കിൽ ചൈൽഡ് എലമെന്റിന് നമ്മൾ എന്ത് ചെയ്തു, മാർജിൻ ഓട്ടോ വിളിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ഒത്ത സെന്ററിൽ കൊണ്ടുവരാം. എന്താണ്, കൂടുതലൊന്നും ഇല്ലല്ലേ, ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും മേ ബി അല്ലെ. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, മേ ബി കോംപ്ലിക്കേഷൻസ് വരാം കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത്, വലിയ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ ബേസ് എന്ത് ചെയ്യില്ല, നമ്മൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചൈൽഡ് എലമെന്റിന് നമുക്ക് എന്ത് വിളിക്കാം, മാർജിൻ ഓട്ടോ വിളിക്കാം. അപ്പൊ എന്ത് ചെയ്യും, റോ വൈസിൽ സെന്ററിൽ വന്ന് കിടക്കും. പിന്നെ അതിന് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാരന്റ് എലമെന്റിന് ഡിസ്പ്ലേ ഫ്ലെക്സും ഹൈറ്റ് എത്രയാക്കുക, 100 ആക്കി കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, ഇത് സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു എലമെന്റിനെ ഒരു ഡിവ് നമുക്ക് എങ്ങനെ സെൻറ്റർ ചെയ്യാന്നുള്ളത്. അപ്പം അതിന് സെൻറ്റർ ചെയ്തല്ലോ. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർജിൻ ഓട്ടോ ഒഴിവാക്കാം. മാർജിൻ ഓട്ടോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി, ഓട്ടോമാറ്റിക് ലെഫ്റ്റിലോട്ട് തന്നെ വന്നു നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ മെത്തേഡ് നോക്കലാം. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും, മാർജിൻ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയും വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ആക്കി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ആക്കുമ്പോൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഡിസ്പ്ലേ ഫ്ലക്സ് ഇല്ലേ, ഡിസ്പ്ലേ ഫ്ലക്സും അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് എവിടെ വിളിക്കണം, പാരന്റ് എലമെന്റിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റൈൽസ് സെറ്റ് ചെയ്യാനുള്ളത്. അതിനാണ് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ. ഇതാണ് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ. ഇപ്പൊ എന്തായത്, റോ ബേസിൽ സെൻട്രലായിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, താഴോട്ട് കൊണ്ടുവരണം. അതിനാണ് അലൈൻ ഐറ്റംസ്, എന്താണ് അലൈൻ ഐറ്റംസ് സെന്റർ വിളിച്ചു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, താഴോട്ട് വന്നു, ഒറ്റ സെൻട്രലായില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവ് എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റർ ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ രണ്ട് മെത്തേഡ്സ് ഇപ്പൊ നമ്മൾ നോക്കി. ഒന്നാമത്തെ മെത്തേഡ് എന്താണ്, നമ്മൾ പാരന്റ് എലമെന്റിന്, അതായത് ബോഡി ടാഗിന് അല്ലെങ്കിൽ പാരന്റ് എലമെന്റിന് നമ്മൾ എന്ത് ചെയ്തു പാരന്റ് എലമെന്റിന് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചിട്ട് എന്ത് കൊടുത്തു, സെന്റർ, അതായത് ചൈൽഡ് എലമെന്റിന് മാർജിൻ ഓട്ടോ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, അത് സെന്ററിലോട്ട് വന്നു. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ് എലമെന്റിൽ മാത്രമാണ് നമുക്ക് സ്റ്റൈൽസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അതിൽ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചു, ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു, ഇത് റോ വൈസിൽ സെന്ററിലോട്ട് വന്നു. അലൈൻ ഐറ്റം സെന്റർ വിളിച്ചപ്പോൾ കോളം വൈസിൽ സെന്ററിലോട്ട് വന്നു. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജസ്റ്റിഫൈ കണ്ടന്റും അലൈൻ ഐറ്റം സെന്ററും ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്ററിൽ വരും. പക്ഷെ ഇത് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എന്തും സെന്ററിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ പാരന്റ് എലമെന്റിനെ എന്ത് വിളിച്ചാൽ മതി, ജസ്റ്റിഫൈ കണ്ടന്റും അലൈൻ ഐറ്റംസും വിളിച്ചാൽ മതി. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ വർക്ക് ചെയ്യല ഇതിന്റെ കൂടെ മാത്രമായിരിക്കും, ഡിസ്പ്ലേ ഫ്ലക്സിന്റെ കൂടെ മാത്രമായിരിക്കും. ഡിസ്പ്ലേ ഫ്ലക്സ് വിളിക്കാതെ ആ എലമെന്റിനെ നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് സെന്ററും അലൈൻ ഐറ്റം സെന്ററും വിളിച്ചിട്ട് ഒരു കാര്യമില്ല, വർക്ക് ആവില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഡിസ്പ്ലേ ഫ്ലക്സ് ഒഴിവാക്കിയപ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ എന്ന് പറഞ്ഞിട്ട് റോ വൈസിൽ സെന്ററിലായിരുന്നു, അത് പോയി. അലൈൻ ഐറ്റം സെന്റർ കണ്ടിട്ട് കോളം വൈസിൽ സെന്ററിലായത് അതും പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണമെന്ന് മനസ്സിലായി, അതിന്റെ കൂടെ ഡിസ്പ്ലേ ഫ്ലക്സ് വേണമെന്ന് മനസ്സിലായി. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെന്റിനെ സെന്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഡിവ് എലമെന്റ് രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്തു, അതിനെന്ത് ചെയ്തു, വേറൊരു ക്ലാസ് കൊടുത്തു. വേറെ ക്ലാസ് കൊടുക്കണ്ട, നമുക്ക് അത് തന്നെ കൊടുക്കാം. സെന്റർ ഡിവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് കൊടുത്തു. നമുക്ക് നോക്കി നോക്കാം എന്താ മാറ്റം വരുന്നത്. ഇപ്പൊ കണ്ടോ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നു. കാരണം ഇതിനൊരു മാർജിനും കൂടി കൊടുത്തു. ഒരുമിച്ച് വന്നതിനെ കൊണ്ടാണ് അതിന്റെ വിടുത്ത് കൂടിയത്, അല്ലാണ്ട് ഒന്നിന്റെ വിടുത്തല്ല. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർജിൻ എന്ത് ചെയ്യാം, ഒരു 10 പിക്സൽ കൊടുത്തു നോക്കാം. മാർജിൻ 10 പിക്സൽ കൊടുത്തു. അപ്പൊ കണ്ടോ, രണ്ട് എലമെന്റ്സ് ആണ് ഇപ്പൊ ഇത്. കണ്ടോ, ഈ രണ്ട് എലമെന്റ്സ് എന്ത് ചെയ്തു, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സെന്ററിൽ വന്നു. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിൽ പിന്നെ നമുക്ക് സെന്ററിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനത്തിനെ മാർജിൻ ടോപ്പും മാർജിൻ ലെഫ്റ്റും മാർജിൻ റൈറ്റും ഒന്നും വിളിച്ചിട്ട് സെന്ററിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി ഡിസ്പ്ലേ ഫ്ലക്സും ജസ്റ്റിഫൈ കണ്ടന്റും അലൈൻ ഐറ്റംസ് ഒക്കെ വിളിച്ചിട്ട് സെന്ററിൽ കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ മാർജിൻ ഓട്ടോ വിളിച്ചിട്ട് സെന്ററിൽ കൊണ്ടുവരാം. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു എലമെന്റിനെ നമുക്ക് എങ്ങനെ സെന്റർ ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ ഈ കാര്യം ചെയ്യുക. ഒരു എന്താ പറയാ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോവുക. ഇത് ഏറ്റവും ബേസ് ആണെന്ന് അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, എങ്ങനെ ഒരു എലമെന്റിനെ സെന്റർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. ഈ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.